വെൽക്കം. റഹ്മാനാണ്. റീനൽ പാത്തോളജി ഗ്ലോമറുലോനെഫ്രൈറ്റിസ് വീഡിയോ സീരീസിൽ ഈ വീഡിയോ നെഫ്രൈറ്റിക് സിൻഡ്രം അതിനെ കുറിച്ചിട്ടാണ്. സോ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഗ്ലോമറുലോനെഫ്രൈറ്റിസിന്റെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഗ്ലോമറുലോനെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് അതിന്റെ ലക്ഷണങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. രണ്ട് രോഗങ്ങളുടെ രൂപത്തിലാണ്. ഒന്ന് അത് നെഫ്രോട്ടിക് സിൻഡ്രോം ആണ്. നെഫ്രോട്ടിക് സിൻഡ്രോമിന്റെ രൂപത്തിൽ കാണാം. രണ്ടാമത്തത് നെഫ്രൈറ്റിക് സിൻഡ്രോമിന്റെ രൂപത്തിലും കാണാം. നെഫ്രോട്ടിക് സിൻഡ്രോമിൽ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാർഡിനൽ പ്രശ്നം എന്ന് പറയുന്നത് മാസീവായിട്ടുള്ള പ്രോട്ടീൻയൂറിയയാണ് എന്ന് നമ്മൾ നെഫ്രോട്ടിക് സിൻഡ്രോം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പ്രോട്ടീൻയൂറിയ. സോ അപ്പൊ നമ്മൾക്ക് ഇനി നെഫ്രൈറ്റിക് സിൻഡ്രോമിനെ പറ്റിയാണ് പറയേണ്ടത്. സോ ആദ്യം നെഫ്രൈറ്റിക് സിൻഡ്രോം ഉണ്ടാവാനായിട്ട് ഈ ഗ്ലോമർലസിന്റെ ഏത് ഭാഗത്താണ് അല്ലെങ്കിൽ ഫിൽട്ടറിംഗ് യൂണിറ്റിന്റെ ഏത് ഭാഗത്തെയാണ് ഇത് കാര്യമായിട്ട് കൂടുതലായിട്ട് ബാധിക്കുന്നത് എന്ന് പറയാം. ഫിൽട്രേഷൻ യൂണിറ്റ് ഓഫ് ഗ്ലോമർലസ് അതിന് 3 ഭാഗങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ആദ്യത്തേത് ബ്ലഡ് കാപ്പിലറീസ് ആണ്. എൻഡോത്തീലിയൽ സെൽസ് ഓഫ് ദ ബ്ലഡ് കാപ്പിലറീസ് ആണ്. ഇതാണ് ആ എൻഡോത്തീലിയൽ സെൽസ്. ആൻഡ് അതിന് ഫെനിസ്ട്രേഷൻസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഫെനിസ്ട്രേഷൻസ് ഓർ സ്ലിറ്റ് അങ്ങനെ അല്ലെങ്കിൽ പോസ് ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഇതിനടിയിലുള്ള മെംബ്രെയിൻ അത് ഗ്ലോമറുലാർ ബേസ്മെന്റ് മെംബ്രെയിൻ ആണ്. GBM എന്ന് പറയാം. അതാണ് അടുത്ത ലെയർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ലെയർ എന്ന് പറയുന്നത് വിസറൽ എപ്പിത്തീലിയൽ ലെയർ ആണ്. ആൻഡ് ഇത് പോഡോസൈറ്റ്സ് ഉണ്ട്. സോ ഇതാണ് പോഡോസൈറ്റ് എങ്കിൽ അതിന്റെ പോഡോസൈറ്റുകൾ ഇങ്ങനെയാണ് ആ സെല്ലുകൾ ഇരിക്കുക. പോഡോസൈറ്റ്സ് ഇങ്ങനെ ഇരിക്കുന്നു. ഇതാണ് മൂന്നാമത്തെ ലെയർ. സോ നെഫ്രോട്ടിക് സിൻഡ്രോമിൽ ആദ്യം പറഞ്ഞ നെഫ്രോട്ടിക് സിൻഡ്രോം അതിൽ ഉണ്ടാവാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം പറഞ്ഞത് ഇവിടെയാണ് ബാധിച്ചത്. ഈ മൂന്നാമത്തെ ലെയറിനെയാണ് ബാധിച്ചത്. അതായത് പോഡോസൈറ്റ്സിനെയാണ് അത് ബാധിച്ചത് എന്നാണ് നമ്മൾ അതിനകത്ത് പറഞ്ഞത്. എന്നാൽ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്ന നെഫ്രൈറ്റിക് സിൻഡ്രോം ബാധിക്കുന്നത് അല്ലെങ്കിൽ നെഫ്രൈറ്റിക് സിൻഡ്രോം ഉണ്ടാവാനുള്ള കാരണം ദാറ്റ് ഈസ് ദ ഡാമേജ് ടു ദ ഗ്ലോമറുലാർ ബേസ്മെന്റ് മെംബ്രെയിനുള്ള ഡാമേജ് ആണ് പ്രശ്നം. ഇവിടെ ഈ മെംബ്രെയിനുള്ള ഡാമേജ് ആണ് പ്രശ്നം. സോ ഡിസ്ഫങ്ഷൻ ഓഫ് ദ GBM ഗ്ലോമറുലാർ ബേസ്മെന്റ് മെംബ്രെയിൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റീസൺ ഫോർ നെഫ്രൈറ്റിക് സിൻഡ്രോം. നെഫ്രൈറ്റിക് സിൻഡ്രോമിന് ഇവിടെയാണ് പ്രശ്നം. ആൻഡ് ഇതിന് 3 ലെയർ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ലാമിന, റാറ, എക്സ്റ്റേണ ഉണ്ട് പുറത്തുള്ളത്. ദെൻ എക്സ്റ്റേണ, ദെൻ ലാമിന മീഡിയ ഉണ്ട്, ദെൻ ലാമിന റാറ ഇന്റേണ. സോ ഇതാണ് അതിന്റെ 3 ലെയർ. ഈ 3 ലെയറുള്ള മൈക്രോസ്കോപ്പിൽ നോക്കിയാലേ കാണത്തുള്ളൂ 3 ലെയർ. എങ്കിലും ഈ ലെയറിലാണ് ഇവിടെ പ്രശ്നം എന്നുള്ളത്. സോ നെഫ്രൈറ്റിക് സിൻഡ്രോമിലെ പ്രധാന പ്രശ്നം ഇവിടെയാണ്. സോ നമുക്ക് നെഫ്രൈറ്റിക് സിൻഡ്രോമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ പറഞ്ഞാൽ 1 ഈസ് മൈക്രോസ്കോപ്പിക് ഹെമച്യൂറിയയാണ് ഒരു പ്രശ്നം. രണ്ടാമത്തത് മൈൽഡ് ആയിട്ടുള്ള പ്രോട്ടീൻ യൂറിയയാണ് രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ പ്രശ്നം ഹൈപ്പർ ടെൻഷൻ ആണ്. നാലാമത്തത് there is edema, നീരുണ്ട്. അഞ്ചാമത്തത് there is oliguria, മൂത്രം വരുന്നത് കുറവാണ്. സോ ഇൻ നെഫ്രൈറ്റിക് സിൻഡ്രോം ഈ 5 ഫീച്ചേഴ്സ് ആണ് കാർഡിനൽ ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. സോ നെഫ്രൈറ്റിക് സിൻഡ്രോം ഈസ് എ കളക്ഷൻ ഓഫ് സൈൻസ് ആൻഡ് സിംപ്റ്റംസ് കംപ്രൈസിംഗ് ഓഫ് ദീസ് 5 ഫീച്ചേഴ്സ്. സോ ഇത് ഉണ്ടാകാൻ വിവിധ തരം ഗ്ലോമറുലാർ രോഗങ്ങൾ മൂലമാണ് ഇത് ഉണ്ടാകുന്നത്. സോ ഡിസീസസ് കോസിംഗ് ദീസ് ഫീച്ചേഴ്സ് ഇൻ ഗ്ലോമറുലോനെഫ്രൈറ്റിസ് ആർ ദ കോസസ് ഓഫ് നെഫ്രൈറ്റിക് സിൻഡ്രോം. സോ ആദ്യത്തെ ഫീച്ചർ നമ്മൾ പറഞ്ഞത് മൈക്രോസ്കോപ്പിക് ഹെമച്യൂറിയ എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ ഫീച്ചർ പറഞ്ഞത്. ആൻഡ് മൂത്രത്തിൽ രക്തം ഉണ്ടാവുന്നതിനാണ് നമ്മൾ ഹെമച്യൂറിയ എന്ന് പറഞ്ഞാൽ മൂത്രത്തിൽ രക്തം ഉള്ളതാണ്. മിക്കവാറും അക്യൂട്ട് ഓൺസെറ്റ് ആയിട്ടായിരിക്കും ഇത് തുടങ്ങുക, ഇതുണ്ടാവുക. മൂത്രത്തിന്റെ നിറം നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്മോക്കി ഓർ അല്ലെങ്കിൽ കൊക്കക്കോള ലൈക്ക് അപ്പിയറൻസ് ആയിരിക്കും മൂത്രത്തിന്റെ നിറം. സോ നമുക്ക് യൂറിൻ മൈക്രോസ്കോപ്പിയിൽ അപ്പൊ എന്ത് കാണാൻ പറ്റും? RBC നമുക്ക് കാണാം. മാത്രമല്ല മൂത്രത്തിൽ ബ്ലഡ് ഉണ്ടെങ്കിൽ സോ ഹീമോഗ്ലോബിൻ ഇൻ യൂറിൻ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സോ അപ്പോൾ ഫിൽട്ടർ ചെയ്യുന്ന RBC റീനൽ ട്യൂബിലൂടെ കടന്നു പോകുമ്പോൾ RBCയുടെ ഷേപ്പ് മാറും. സോ ഇറ്റ് വിൽ അപ്പിയർ ആസ് കാസ്റ്റുകൾ പോലെ. സോ RBCയുടെ കാസ്റ്റുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. RBC കാസ്റ്റ് ഇൻ യൂറിൻ ക്യാൻ ബി സീൻ. മാത്രമല്ല ഈ RBC അതിലൂടെ കടന്നു പോകുമ്പോൾ പരിക്ക് പറ്റും, സ്പാറിംഗ് ഉണ്ടാകും. സോ RBC സീൻ ആസ് അക്കാന്തോസൈറ്റ്സ് ആയിട്ട് കാണാൻ പറ്റും. സോ RBCയുടെ കാസ്റ്റ് കാണാം, RBC അക്കാന്തോസൈറ്റ് രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി RBC മാത്രമാണെന്ന് ചോദിച്ചാൽ RBC മാത്രമല്ല, WBCയും അതിനകത്ത് യൂറിനകത്ത് വരും. സോ WBC ഇൻ യൂറിൻ വിത്തൗട്ട് ബാക്ടീരിയ ഇല്ലാതെ WBC മാത്രമായിട്ട് കാണുന്ന കണ്ടീഷനെ നമ്മൾ വിളിക്കുക സ്റ്റിറോപയൂറിയ എന്നാണ്.
സ്റ്റെറൈൽ എന്നുള്ള അർത്ഥത്തിലാണ് സ്റ്റെറോപയൂറിയ എന്ന് നമ്മൾ വിളിക്കുക. യൂറിൻ ഈ സ്റ്റെറൈൽ ആണ്, നോ മൈക്രോ ഓർഗാനിസം. സോ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണോ അല്ലയോ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ഇത് പറ്റും. യൂറിനറി ട്രാക്റ്റിലാണെങ്കിൽ ബാക്ടീരിയകൾ കൂടി കാണും. ഇനി യൂറിൻ ടെസ്റ്റിൽ നമ്മൾ എസ്റ്ററേസ് ടെസ്റ്റ് നമുക്ക് ചെയ്തു നോക്കാം, അല്ലെങ്കിൽ നൈട്രേറ്റ് ടെസ്റ്റ് എല്ലാം. ദീസ് ടെസ്റ്റ് വിൽ ബി നെഗറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. സോ ഡയഗ്നോസിസിന് ടെസ്റ്റ് കൂടി നമ്മൾ പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിന്റെ കൂടെ. സോ നെഫ്രോട്ടിക് സിൻഡ്രോമിൽ ഹെമച്യൂറിയ ഉണ്ടായിരുന്നു. സോ ദർ ഈസ് നോ ഹെമച്യൂറിയ ഇൻ നെഫ്രോട്ടിക്. ഇവിടെ പക്ഷേ ഹെമച്യൂറിയ ഉണ്ട് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ സെക്കൻഡ് ക്ലിനിക്കൽ ഫീച്ചർ അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള കാർഡിനൽ ഫീച്ചർ എന്ന് പറയുന്നത് മൈൽഡ് പ്രോട്ടീനൂറിയയാണ്. സോ ഇവിടെയും നെഫ്രോട്ടിക് സിൻഡ്രോം പോലെ പ്രോട്ടീൻ നഷ്ടപ്പെടുന്നുണ്ട്, യൂറിനിൽ പ്രോട്ടീൻ വരുന്നുണ്ട്, ബട്ട് നോട്ട് മാസീവ് നമ്മൾ പറഞ്ഞത് നെഫ്രോട്ടിക്കിലാണ്. നെഫ്രോട്ടിക് സിൻഡ്രോമിൽ മാസീവ് പ്രോട്ടീനൂറിയ ആണെങ്കിൽ ഇവിടെ മൈൽഡ് പ്രോട്ടീനൂറിയയാണ് എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് ലെസ് ദാൻ, പ്രോട്ടീനൂറിയ ഇസ് ലെസ് ദാൻ 3 gram per day. അത്രയും നഷ്ടപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ്. ആൻഡ് മറ്റേതിൽ പ്രോട്ടീൻ വാസ് സെലക്റ്റീവ് പ്രോട്ടീനൂറിയ ആയിരുന്നു. സെലക്റ്റീവ് എന്ന് വെച്ചാൽ ആൽബുമിനൊക്കെ ആയിരുന്നു കൂടുതൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ നോൺ സെലക്റ്റീവ് ആണ്. സോ ഇൻ നെഫ്രൈറ്റിക് സിൻഡ്രോമിൽ നോൺ സെലക്റ്റീവ് പ്രോട്ടീനൂറിയ ആണ്. എല്ലാ പ്രോട്ടീനും കുറച്ച് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നോ സിഗ്നിഫിക്കന്റ് ഹൈപ്പോ ആൽബുമിനീമിയ ബ്ലഡിനകത്താണ്. അപ്പോൾ ആൽബുമിനീമിയ ഇല്ല എന്ന് പറയാം. ആൻഡ് നോ ഡിക്രീസ്ഡ് ആന്റിത്രോംബിൻ 3. ആന്റിത്രോംബിൻ 3യും പ്രത്യേകം കുറയുന്നില്ല. ആന്റിത്രോംബിൻ 3 കുറയാത്തത് കൊണ്ട് എന്തില്ല, ഹൈപ്പർ കൊയാഗുലബിലിറ്റി ഓഫ് ബ്ലഡ് എന്തുപോലെ നെഫ്രോട്ടിക് സിൻഡ്രോമിലുള്ളതുപോലെ ഇല്ല എന്ന് പറയാം. ആൻഡ് അടുത്തത് നോ സിഗ്നിഫിക്കന്റ് ലോസ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻസും കുറയുന്നില്ല. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസും കുറവാണ്. എവിടെ, നെഫ്രൈറ്റിക് സിൻഡ്രോമിൽ. നെഫ്രോട്ടിക് സിൻഡ്രോമിൽ നമ്മൾ പറഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂമോകോക്കൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാം എന്ന് പറഞ്ഞു. ഇനി ധാരാളം പ്രോട്ടീൻ നഷ്ടപ്പെടുന്നില്ല, മൈൽഡ് ആണ് പ്രോട്ടീൻ നഷ്ടം. അതുകൊണ്ട് ലിവർ കിടന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരുപാട് പ്രോട്ടീൻ കിടന്നുണ്ടാക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതുമൂലമുള്ള ഹൈപ്പർ ലിപിഡീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ ഇവിടെ ഇല്ല. ഹൈപ്പർ ലിപിഡീമിയ ഇല്ല, അതുണ്ടായിരുന്നത് നെഫ്രോട്ടിക് സിൻഡ്രോമിലാണ്. ഹൈപ്പർ ലിപിഡീമിയ ഇല്ലാത്തതുകൊണ്ട് ബ്ലഡിൽ ലിപിഡ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ യൂറിനിലൂടെ ലിപ്പിഡ് അധികം പോകണ്ട. അപ്പോൾ ലിപിഡൂറിയയും കുറവാണ് ഇവിടെ, അല്ലെങ്കിൽ ഇല്ല എന്ന് നമുക്ക് പറയാം. സോ ഇൻ നെഫ്രൈറ്റിക് സിൻഡ്രോമിൽ ഇതൊന്നും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ബിക്കോസ് ഇറ്റ്സ് ഓൺലി മൈൽഡ് പ്രോട്ടീനൂറിയ. ഇനി യൂറിനിൽ നിന്ന് ഇവിടെ ഫിൽട്രേഷൻ നടക്കുന്ന യൂണിറ്റ് എന്ന് വരയ്ക്കാം. ഇത് രണ്ടാമത്തെ ലെയർ, ഇത് പോഡോസൈറ്റ് ലെയർ ആണെന്നും ജസ്റ്റ് ഒന്ന് വിചാരിക്കുക. സോ ഇതാണ് ബോമൻസ് ക്യാപ്സ്യൂൾ എന്നും വിചാരിക്കുക. ഇങ്ങനെയാണല്ലോ വരേണ്ടത്. സോ യൂറിനിൽ നിന്ന് പ്രോട്ടീൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, RBC വരുന്നുണ്ട്, WBC എല്ലാം ഇവിടെ എത്തുന്നുണ്ട്. സോ ഇതെല്ലാം ബോമൻ സ്പേസിൽ എത്തുന്നു. ഇവിടെ ഒരു ലെയർ ഉണ്ട്, സെല്ലാർ ലെയർ ഉണ്ട്. സ്പേസിൽ എത്തുന്നത് മൂലം ഇവിടെ ധാരാളം സൈറ്റോകൈൻസ് കൂടി റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഇതുമൂലം ഈ ബോമൻസ് ലെയറിന്റെ ദിസ് പരൈറ്റൽ ലെയർ, ഇവിടെയുള്ള പരൈറ്റൽ എപ്പിത്തീലിയൽ സെൽ ലെയർ വിൽ പ്രോലിഫറേറ്റ്. അതിങ്ങനെ വളരാൻ തുടങ്ങും, പ്രോലിഫറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദിസ് വിൽ പ്രൊമോട്ട്, ആ ഭാഗം ഇങ്ങോട്ടേക്ക് വന്ന് വളർന്നു വലുതാകുകയാണെങ്കിൽ ദിസ് വിൽ പ്രൊമോട്ട് ഫൈബ്രോസിസ് ഉണ്ടാകാം, സ്ക്ലീറോസിസ് ഉണ്ടാകാം, ആൻഡ് ദിസ് എപ്പിത്തീലിയൽ പ്രോലിഫറേഷൻ എല്ലാം ഉണ്ടാകാം. സോ ഓൾ ദിസ് വിൽ ലീഡ് ടു ക്രസന്റ് ഫോർമേഷൻ ഉണ്ടാകാം. ക്രസന്റ് ഫോർമേഷൻ എന്നാണ് അതിന് പറയുക. സോ ഇതുവഴി പല പ്രശ്നങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ്. ആൻഡ് ഏറ്റവും വലിയ പ്രശ്നം ഫിൽട്ടറേഷൻ തടസ്സപ്പെടും എന്നുള്ളതാണ്. ഫിൽട്രേഷൻ തടസ്സപ്പെടുമ്പോൾ GFR കുറയും. സോ ഡിക്രീസ് ഇൻ GFR ഡ്രോപ്സ്. GFR കുറയുമ്പോൾ എന്താ സംഭവിക്കുക? GFR കുറയുമ്പോൾ റെനിൻ, ആൻജിയോടെൻസിൻ, ആൽഡോസ്റ്റിറോൺ സിസ്റ്റം വിൽ ഗെറ്റ് ആക്ടിവേറ്റഡ് ആകും എന്നുള്ളതാണ്. റാസ് ആക്ടിവേറ്റഡ് ആയി കഴിയുമ്പോൾ സോഡിയം വാട്ടർ റിറ്റൻഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. സോ ഇതുമൂലം തേർഡ് ഫീച്ചർ ഓഫ് നെഫ്രൈറ്റിക് സിൻഡ്രോം ഈസ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും. ബ്ലഡ് സോഡിയവും വെള്ളവും പിടിച്ചു വെക്കുമ്പോൾ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. സോ ഇതേ കാരണം കൊണ്ട് തന്നെ സോഡിയം വാട്ടർ റിറ്റൻഷൻ മൂലം അടുത്ത പ്രശ്നം ഉണ്ടാകും. അത് എഡീമയാണ്. എഡീമ നീര് വയ്ക്കും എന്നുള്ളതാണ്. സോ പെരി ഓർബിറ്റൽ അല്ലെങ്കിൽ ഫേഷ്യൽ എഡീമ, അങ്ങനെയൊക്കെയുള്ള രാവിലെയുള്ള എഡീമ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണും. സോ ഫിൽട്രേഷൻ തടസ്സപ്പെട്ട് യൂറിൻ ഫ്ലോ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന നെക്സ്റ്റ് ഫീച്ചർ യൂറിൻ ഫ്ലോ തന്നെ ഇങ്ങോട്ടേക്ക് ഇല്ല. അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഒലിഗൂറിയ
ഒലിഗൂറിയ എന്ന് വെച്ചാൽ ഒരു ലെസ് ദാൻ 500 or 400 ml യൂറിൻ പെർ ഡേ ആണ് നമ്മൾ എന്ത് പറയാ ഒലിഗൂറിയ എന്ന് പറയുന്ന യൂറിൻ ഔട്ട്പുട്ട് റെഡ്യൂസ് ടു ലെസ് ദാൻ 400 ml പെർ ഡേ ആകുന്നു എന്നുള്ളതാണ്. സോ ഈ ക്രസന്റ് ഫോർമേഷൻ ഇങ്ങനെ അങ്ങോട്ട് ആവുകയാണ് ക്രസന്റ് ഫോർമേഷൻ. ആൻഡ് ക്രസന്റ് ഷേപ്പിൽ ഗ്ലോമർലെസ് ആയി അവിടെയുള്ള ഫൈബ്രോസിസ്, ക്ലീറോസിസ്, എപ്പിത്തീലിയൽ പ്രോലിഫറേഷൻ എല്ലാം നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഭാഗം വേഗം നശിക്കും. അതിനാണ് നമ്മൾ വിളിക്കുക റാപ്പിഡ്ലി പ്രോഗ്രസിംഗ് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കണ്ടീഷനാണ്. അല്ലെങ്കിൽ റാപ്പിഡ്ലി പ്രോഗ്രസിംഗ് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് മൂലം നെഫ്രൈറ്റിക് സിൻഡ്രോം ഉണ്ടാകാം എന്ന് നമുക്ക് പറയാം. സോ ഇംപെൻഡിങ് റീനൽ ഫെയിലിയർ. സോ റീനൽ ഫെയിലിയർ എപ്പോഴും വേണമെങ്കിലും ആകാം എന്നുള്ളതാണ്. സോ ദാറ്റ് ലീഡ്സ് ടു അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ഉണ്ടാകും. സോ ദിസ് വിൽ ലീഡ് ടു അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ആണ് അടുത്ത കോംപ്ലിക്കേഷൻ ആയിട്ട് വരാൻ പോകുന്നത്. ആൻഡ് ദിസ് ഓൾസോ വിൽ ലീഡ് ടു ക്രോണിക് കിഡ്നി ഡിസീസിലേക്കും പ്രോഗ്രസ് ചെയ്യും എന്നുള്ളതാണ്. സോ ഇൻ നെഫ്രൈറ്റിക് സിൻഡ്രോം ബോത്ത് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയും കൂടാനുള്ള സാധ്യത ആൻഡ് ഓൾസോ ക്രോണിക് കിഡ്നി ഡിസീസ് ഫെയിലിയർ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ഉണ്ടാകാനുള്ള സാധ്യതയും ഒരേപോലെയുണ്ട്. ഇതും ഉണ്ട് എന്നുള്ളതാണ് നെഫ്രൈറ്റിക് സിൻഡ്രോമിന്റെ പ്രത്യേകത. നെഫ്രൈറ്റിക് സിൻഡ്രോമിൽ ഉണ്ടാകാവുന്നു. ഇനി ലോ GFR യൂറിൻ ഔട്ട്പുട്ട് എല്ലാം കുറയുന്നു. ഒലിഗൂറിയ എല്ലാം മൂലം ഉണ്ടാകാവുന്നതാണ്. അസോട്ടീമിയ ഉണ്ടാകാം, യുറീമിയ ഉണ്ടാകാം. സോ യുറീമിക് മാനിഫെസ്റ്റേഷൻസ് ഇറ്റ് ക്യാൻ ബി ന്യൂറോളജിക്കൽ മാനിഫെസ്റ്റേഷൻസ് വരാം, ഹൃദയത്തിൽ പെരികാർഡിയൽ മാനിഫെസ്റ്റേഷൻ വരാം, അല്ലെങ്കിൽ നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ്, ഇങ്ങനെയുള്ള പല സംഭവങ്ങളെയും ഇത് ബാധിക്കാം. ബിക്കോസ് ഓഫ് ദിസ് യൂറീമിക് സിൻഡ്രോം നിരവധി കോംപ്ലിക്കേഷൻസിലേക്ക് പോകാം. സോ ഇതാണ് പാത്തോഫിസിയോളജി, സയൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് നെഫ്രൈറ്റിക് സിൻഡ്രോം. ഇനി ഏതെല്ലാം ഡിസീസസ് കണ്ടീഷൻസ് മൂലം നെഫ്രൈറ്റിക് സിൻഡ്രോം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പ്രൈമറി ഗ്ലോമറുലോനെഫ്രൈറ്റിസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ. പ്രൈമറി എന്ന് വെച്ചാൽ നേരിട്ട് കിഡ്നി ഈ ഭാഗത്തെ തന്നെ ബാധിക്കുന്നതാണ്. വൺ ഈസ് അക്യൂട്ട് ആണ്, അക്യൂട്ട് പ്രോലിഫറേറ്റീവ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ പോസ്റ്റ് സ്ട്രെപ്റ്റോകോക്കൽ ഗ്ലോമറുലോനെഫ്രൈറ്റിസ് എന്ന് പറയും. സോ ഇതാണ് ഒരു കാരണം. സോ ഇത് ഒരു സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷന് ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം ഇമ്മ്യൂൺ കോംപ്ലക്സ് എവിടെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു? ഗ്ലോമറുലയിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ആൻഡ് ദിസ് കോസസ് GBM, ഗ്ലോമറുലാർ ബേസ്മെന്റ് മെംബ്രെയിനെ ബാധിക്കുന്നത് കൊണ്ടാണ്. ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലം ഈ സബ് എപ്പിത്തീലിയൽ ഡെപ്പോസിഷൻ ആണ് നടക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, റാപ്പിഡ്ലി പ്രോഗ്രസിംഗ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ് മൂലം ഉണ്ടാകാം. ക്രസന്റ് ഫോർമേഷനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. മൂന്നാമത്തത് മെംബ്രെയിൻ പ്രോലിഫറേറ്റീവ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്. ദാറ്റ്സ് ഇവിടെ ഉണ്ടാകുന്നത് ഇമ്മ്യൂൺ കോംപ്ലക്സ് സബ് എൻഡോത്തീലിയൽ, അവിടെയാണ് സബ് എൻഡോത്തീലിയൽ ഭാഗത്ത് ആണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് മൂലമാണ് ഇതുണ്ടാകുന്നത്. നാലാമത്തെ കണ്ടീഷൻ ഫോക്കൽ ആൻഡ് ഡിഫ്യൂസ് പ്രോലിഫറേറ്റീവ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ് മൂലം ഉണ്ടാകാം. ദെൻ അഞ്ചാമത്തത് IgA നെഫ്രോപ്പതി മൂലം. IgA നെഫ്രോപ്പതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണത്തിൽ ഒന്ന്. സോ ഇത് മീസാഞ്ചൽ ഇൻഫ്ലമേഷൻ ആൻഡ് ഓൾസോ ഗ്ലോമറുലാർ ബേസ്മെന്റ് മെംബ്രെയിൻ ഡാമേജ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ സെക്കൻഡറി ഗ്ലോമറുലോനെഫ്രൈറ്റിസ് ഉണ്ടാക്കുന്ന വെച്ചാൽ മറ്റു പല ഭാഗങ്ങളെയും ബാധിക്കും, അതിനുശേഷം ചിലപ്പോൾ ഇവിടെയും ബാധിക്കാം എന്നുള്ളതാണ്. ഒന്ന് സിസ്റ്റമിക് ലൂപ്പസ് എറിത്തോമാറ്റോസസ് എന്ന് പറയുന്നത് മൂലമുണ്ടാവുന്ന ലൂപ്പസ് ഡിസീസിൽ ഉണ്ടാകാം. രണ്ടാമത്തത് GBM ആന്റിബോഡി ഡിസീസ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഗുഡ് പാസ്റ്റേഴ്സ് ഡിസീസ് എന്ന് നമ്മൾ വിളിക്കും, സിൻഡ്രോം എന്ന് വിളിക്കും. സോ ഇവിടെ ഹെമറ്റൂറിയയ്ക്ക് ഒപ്പം ഹിമറ്റോസിസ് കൂടി ഉണ്ടാവും. ഹീമാറ്റൈസിസ് എന്ന് വെച്ചാൽ കഫത്തിൽ ബ്ലഡ് ഉണ്ട് എന്നുള്ളതാണ്. യൂറിനിലും ബ്ലഡ്, കഫത്തിലും ബ്ലഡ് ഉള്ളതാണ്. സോ ഇത് ആന്റിബോഡി മീഡിയേറ്റഡ് ആണ്. സോ ദിസ് ഇസ് ആന്റിബോഡി മീഡിയേറ്റഡ് ആണ്. മൂന്നാമത്തത് ആൻകയാണ്. ആൻക വാസ്കുലൈറ്റിസ് മൂലം, അതിൽ തന്നെ വെഗ്നേഴ്സ് ഗ്രാനുലോമാറ്റോസിസ് മൂലം. സോ ഇത് ഇമ്മ്യൂൺ മീഡിയേറ്റഡ് ആണ് എന്നുള്ളതാണ്. ദെൻ നാലാമത്തെ നമ്മൾ പറഞ്ഞത് ഹിനോഷ്, SCHANLEIN, സ്ലീൻ, പെർപ്യൂറ, HS പെർപ്യൂറ എന്നാണ് നമ്മൾ പറയാ, അത് മൂലം ഉണ്ടാകുന്നതാണ്. ദെൻ പോളി ആർത്രൈറ്റിസ് നോഡോസ മൂലം ഉണ്ടാകാം. പിന്നെ ഉള്ളത് സെക്കൻഡറി തന്നെ ഹെറിഡിറ്ററി ആണ്. അതിനകത്ത് നമ്മൾ പറഞ്ഞത് 3 ഡിസീസ് ആയിരുന്നു. അതിൽ ഒരു ഡിസീസിന്റെ കാര്യം പറയാം, ദാറ്റ് ഈസ് ആൽപോർട്ട് ഡിസീസിനകത്ത് എവിടെയാണ് പ്രശ്നം? ആൽപോർട്ട് ഡിസീസിൽ ടൈപ്പ് 4 കൊളാജനെ അഫക്ട് ചെയ്യുന്നതാണ്. ടൈപ്പ് 4 കൊളാജനെ അഫക്ട് ചെയ്യുന്നത് മൂലം പ്രോട്ടീനൂറിയ ഈസ് മാസീവ് ആണ്. സോ ഇവിടെ മാസീവ് പ്രോട്ടീനൂറിയ ഉണ്ട്, അതായത് നെഫ്രോട്ടിക്, നമ്മൾ ഇത് നെഫ്രൈറ്റിക് ആണ് പറയുന്നത്, നെഫ്രോട്ടിക് സിൻഡ്രോമിന്റെ ലക്ഷണങ്ങൾ കാണിക്കാം. ആൻഡ് ഓൾസോ SLEയിലും ഇതേപോലെ
നെഫ്രോട്ടിക് സിൻഡ്രോമിന്റെ ലക്ഷണങ്ങൾ. ബിക്കോസ് മാസി പ്രോട്ടീനൂറിയ ഉള്ളത് ആ റേഞ്ചിലാണ് ഇവിടെ പ്രോട്ടീനൂറിയ ഉള്ളത്. ഇനി മറ്റ് രോഗങ്ങൾ ബാക്ടീരിയൽ, വൈറൽ അങ്ങനെയൊക്കെയുള്ള ഇൻഫെക്ഷൻ മൂലവും ഉണ്ടാകാം. സോ അപ്പൊ എന്തെല്ലാം ടെസ്റ്റുകൾ, ഇത്രയധികം രോഗങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ വിവിധതരം ടെസ്റ്റുകളൊക്കെ വേണ്ടി വരും. എങ്കിലും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുക 24 hours യൂറിൻ കളക്ട് ചെയ്യുന്നുണ്ട്. ദെൻ അതിന്റെ അനാലിസിസ് നമ്മൾ ചെയ്യണം, മൈക്രോസ്കോപ്പി നമ്മൾ ചെയ്യണം. അതിനകത്ത് പ്രോട്ടീൻ ഉണ്ടോ എന്ന് നോക്കണം, ലിപ്പിഡ് ഉണ്ടോ എന്ന് നോക്കണം, RBC കാസ്റ്റ് ഉണ്ടോ എന്ന് നോക്കണം, WBC ഉണ്ടോ എന്ന് നോക്കണം, മൈക്രോ ഓർഗാനിസംസ് ഉണ്ടോ എന്നൊക്കെ നോക്കുക. ദെൻ മാക്രോസ്കോപ്പി നോക്കി കഴിഞ്ഞാൽ ക്രസന്റ് ഫോർമേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാം. സോ ഇങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യുക. ദെൻ ട്രീറ്റ്മെന്റ് ചെയ്യുക. സാധാരണ പ്രോട്ടീനൂറിയ ഒക്കെ ഉണ്ടെങ്കിൽ ACE ഇൻഹിബിറ്റേഴ്സ് അല്ലെങ്കിൽ ARBs തുടങ്ങിയ മരുന്നുകളായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ദെൻ എഡീമയ്ക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നത് ഡയൂററ്റിക്സ് നമുക്ക് കൊടുക്കാം. ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇതേ മരുന്നുകൾ തന്നെ ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുക. ദെൻ അക്യൂട്ട് റീനൽ ഫെയിലിയർ നമ്മൾ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ പ്ലാസ്മ, എല്ലാ കേസിലൊന്നും പറ്റില്ല, പ്ലാസ്മ ഫെറസിസ് നമുക്ക് ചെയ്യാം. ദെൻ നമുക്ക് സ്റ്റിറോയിഡ്സ് നമുക്ക് കൊടുക്കാം. സ്റ്റിറോയിഡ് വെച്ചിട്ട് ഫലം ഇല്ലെങ്കിൽ നമ്മൾ ഇമ്മ്യൂണോ സപ്രസൻസ് പോലെയുള്ള മരുന്നുകൾ നമുക്ക് വേണ്ടി. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് നെഫ്രൈറ്റിക് സിൻഡ്രോം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.